ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അസ്ന ആഷിഖ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് കാത്തിരുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ നാളെ 21 വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഫിലോമോയുടെ അംഗനവാടിയിലെ ടെസ്റ്റ് പ്രോഗ്രാം ആണ്. ഇപ്പൊ മുണ്ടക്കുളം UP സ്കൂളിൽ വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. അവരുടെ അംഗനവാടിയിലല്ല, 25 അംഗനവാടികൾ ഒരുമിച്ചിട്ട് നടത്തുന്ന പ്രോഗ്രാം ആണ്. അപ്പോൾ അതിന്റെ ഡ്രസ്സും ആക്സസറീസും മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാനത് ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൽ ഓരോന്നോരോന്നായിട്ട് മടക്കി വെക്കാനുണ്ട്. അപ്പൊ നാളെ നമ്മളൊന്നും മറന്നു പോകാൻ പാടില്ലല്ലോ. അവിടെ എത്തിയതിനു ശേഷം നമ്മൾ അത് മറന്നു എന്ന് പറയാൻ പാടില്ല. അപ്പൊ നേരത്തെ തന്നെ ഇന്ന് രാത്രി തന്നെ ഞാൻ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അപ്പൊ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മളെ ബാഗ് ഇതാണ് കേട്ടോ. ബാഗ് വന്നിട്ട് ഈ ബാഗിനെ കുറിച്ചിട്ടൊരു കഥ പറയാനുണ്ട്. ഇതെന്നാ വെച്ചാല് ഫിലോമോയുടെ ആന്റി മാജി ഹൈദരാബാദ് ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൂറ് പോയ സമയത്ത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ഓരോരുത്തർക്കും ആയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ ഞാനത് അറിയുന്നത് ഉമ്മ ഉംറക്ക് പോണേന്റെ തലേന്ന് വന്നപ്പോഴാണ് സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ബാഗ് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഫിലിമോൾക്ക്. ആ ഡ്രസ്സ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഫിലിമോള് ആ ഒരു വൈറ്റ് നമ്മളൊരു സ്വെറ്റർ ഷർട്ടും പാന്റും ആയിട്ടുള്ള സെറ്റ് ആയിട്ടുള്ളതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളിയായിരുന്നു. ഫിലിമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അന്ന് അതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇടുകയും ചെയ്തു. അപ്പൊ ബാഗ് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ ബാഗ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണെങ്കിലും ഇന്ന് ഞാൻ അത് യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടിപൊളിയാണ്. ഇങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ ട്രിപ്പ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്യാ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ബാഗിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓരോ ഡ്രസ്സ് നമ്മള് സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ ചെറിയ ഒരു അറയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് പൈസയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു അറയും കൂടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടില് ഒരു അറയും കൂടെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരു അറയും കൂടെ ഉണ്ട്. സൈഡിലൊന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഹാൻഡും ഉണ്ട്, ഇങ്ങനെയുള്ള ഒരു ഹാൻഡും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത കാത്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ നാളെ. കാരണം ഫിലിമോള് ഫസ്റ്റ് ടൈമാണ് അംഗനവാടിയിൽ ഇതുപോലത്തെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുന്നത്, ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നല്ലാണ്ട് ഒരു സ്കൂളിൽ പോയിട്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ സ്റ്റേജിൽ ഫസ്റ്റ് ടൈമാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ ഒപ്പനയ്ക്കും ദഫിനും ആണുള്ളത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എങ്ങനെയാവും അറിയില്ലല്ലോ. അപ്പൊ ആള് പൊതുവെ എന്റെ മുന്നിൽ നിന്ന് ഭയങ്കര ആക്റ്റീവ് ആണെങ്കിലും കുറച്ച് ആളുകൾ കൂടി നിന്നാല് കുറച്ചൊരു മടിയുള്ള ആളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ, നാളത്തെ പ്രോഗ്രാമിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് 9 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 11 മണിയൊക്കെ ആവുമ്പോ ഫിലിമോളുടെ അംഗനവാടിയിൽ ദഫാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പൊ ദഫിന്റെ കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി തരാം. അപ്പൊ ഇതാണ് ദഫിന്റെ ഡ്രസ്സ് വന്നിട്ട്. ഇത് ബ്ലാക്ക് പാന്റ് ആണ് കേട്ടോ. സാധാരണ നമ്മുടെ ബ്ലാക്ക് പാന്റ് ആണ്. ഇത് റെന്റിന് എടുത്തിട്ടുള്ളതാണ്. കാരണം എല്ലാവർക്കും ഒരേ ടൈപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റെന്റിന് എടുത്തതാണ്. പിന്നെ അതിലോട്ട് വൈറ്റ് ഷർട്ടാണ് കേട്ടോ. ഫുൾ സ്ലീവിൽ വരുന്ന വൈറ്റ് ഷർട്ടാണ് അതിലോട്ട് പെയർ ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളത്. അതും സെറ്റ്. ഇനി അതിന് ശേഷം അതിന്റെ മേലെ കൂടെ ഒരു കോട്ട് ഇടാനുണ്ട്. കോട്ട് ഈ ഒരു പേർപ്പിൾ സിൽവർ ഒരു വെട്ടിത്തിളങ്ങുന്ന കളറാണെന്ന് പറയാം. പേർപ്പിളിൽ പിങ്കും ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി കോട്ടാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് അതിന് മേലെ ഇടാൻ പോകുന്ന കോട്ട്. ഇനി അതിലോട്ട് ക്യാപ്പ് ഉണ്ട്. നമ്മുടേതാ ഇങ്ങനെ ചില്ലകളൊക്കെ തൂങ്ങി നിൽക്കുന്ന വെൽവെറ്റിന്റെ ഒരു ബ്ലാക്ക് കളറിലെ ക്യാപ്പും കൂടെ ഉണ്ട്. ബ്ലാക്ക് പാന്റ് ആണല്ലോ, അപ്പൊ അതിലോട്ട് ബ്ലാക്ക് ക്യാപ്പ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ സംഭവം ദഫിനാണല്ലോ പോകുന്നത്. അപ്പൊ നമ്മുടെ ദഫ് വാങ്ങണ്ടേ. അപ്പൊ ഇത് റെന്റിനുള്ളതല്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് റെന്റിനുള്ളതാവുമ്പോ മക്കൾക്ക് പിടിക്കാൻ കഴിയില്ല. കുറച്ച് വെയിറ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് വലുപ്പം ഉണ്ടാവും. അപ്പൊ മക്കള്
ദഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മക്കൾക്ക് അറിയില്ലല്ലോ, അവർ ആദ്യമായിട്ട് പിടിക്കാണ്. അംഗനവാടിയിൽ നിന്നൊക്കെ അവര് ജസ്റ്റ് പ്ലേറ്റും നമ്മുടെ എന്തിനെങ്കിലൊക്കെ പാത്രത്തിന് മൂടിയൊക്കെ വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത്. അത് വെയിറ്റ്ലെസ് ആണല്ലോ, പക്ഷെ ഇത് അങ്ങനെയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്ക് പിടിക്കാൻ കുറച്ച് വെയിറ്റ് ആവും, മക്കൾക്ക് കളിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് ഓരോരുത്തരും സെപ്പറേറ്റ് വാങ്ങിയേക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇവിടെ മറ്റേ സൗണ്ട് ഉണ്ടാവുന്ന ആ ചില്ലിന്റെ സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിലൊക്കെ കുടുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര കട്ടി കുറഞ്ഞതാണ്. അപ്പൊ അവള് ഇവിടെ ഇന്നലെ വന്നിട്ട് ഇങ്ങനെ കൊട്ടിയ സമയത്ത് അതിന്റെ ആ ബ്ലേഡ് പോലുള്ള മൂർച്ച ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു നമ്മുടെ ഇരുമ്പിന്റെ ഒക്കെ മോഡലാണല്ലോ, കയ്യിൽ കുത്തിയിട്ട് അവക്ക് ജസ്റ്റ് തൊലി പോകുന്ന പോലെ വേദന ആവുന്നൊക്കെ പോലെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ 4 കൂടെ കംപ്ലീറ്റ് ഊരി. ഇനി ഇതിൽ നമ്മൾ നാളെ പോയിട്ട് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള റിബൺസ് കെട്ടിയാൽ അടിപൊളിയാവും. അപ്പൊ ഇതാണ് ദഫ് വന്നിട്ട്. ഇതിന്റെ ചെറുതുണ്ടായിരുന്നു കേട്ടോ, ചെറുത് പറ്റ ചെറുതായിരുന്നു. അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ലല്ലോ, കാരണം ദഫ് ആകുമ്പോൾ ദഫ് കുറച്ച് എടുത്ത് കാണിക്കുക, മക്കളെയൊക്കെ കാണിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ള ഒന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലോട്ട് പേര് ചെയ്യാനായിട്ട് ഷൂ ആണ് കേട്ടോ. അപ്പം ഇലുമോള് സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഒരു വൈറ്റും ഗ്രേയും വന്നിട്ടുള്ള ഈ ഒരു ഷൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഷൂവും കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ അത് അംഗനവാടിയിൽ വേറൊരു കുട്ടിക്ക് ഷൂ ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ദഫിനുള്ള കോസ്റ്റ്യൂമ് സംഭവങ്ങളൊക്കെ വന്നിട്ട്. അപ്പൊ അതവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഒപ്പനയുടെ ആണ് കേട്ടോ. ഒപ്പനയുടെ വന്നിട്ടുള്ളത് നമ്മുടെ തുണി കുപ്പായാണ് കേട്ടോ. അപ്പോ ഗ്രീൻ കളറാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തെ നമ്മുടെ തുണിയാണ് കേട്ടോ. തുണിയിൽ ഇതാ ഈ ഒരു ഗ്രീൻ കളറ് ബോർഡർ വന്നിട്ടുള്ള തുണിയാണ് എടുത്തിട്ട്. തുണിയൊന്നും ഫിലിമോൾ ഇതുവരെ എടുത്തിട്ടില്ല. വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ തുണി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കെട്ടിയെന്നല്ലാണ്ട് കളിക്കാൻ സമയത്ത് ഇട്ടിട്ടില്ല, എന്താവും അറിയൂല. കുറച്ച് വലിപ്പമുള്ള തുണിയാണ്, നമുക്ക് ജസ്റ്റ് അളവിനനുസരിച്ചിട്ട് മടക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ തുണി. ഇനി അതിലോട്ട് കുപ്പായമുണ്ട്, ഗ്രീൻ കളറിലുള്ള ഇതുപോലത്തെ യെല്ലോ ബോർഡർ വന്നിട്ടുള്ള കുപ്പായാണ്. ഇതില് പിന്നെ ഇത് കണ്ടോ, ഒരു വൈറ്റ് കളറിലുള്ള ഡോട്ടും അതേപോലെ സ്റ്റാർസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കുപ്പായം. റെന്റിന് എടുക്കാൻ പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതൊക്കെ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ്, കാരണം റെന്റിനാവുമ്പോൾ പല കുട്ടികളുടെ സൈസിനനുസരിച്ച് ലൂസ് ആണല്ലോ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് മെഷീൻ ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പാൻറ്റും ഈ ഒരു കുപ്പായൊക്കെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഓപ്പൺ ആണ്, നമുക്ക് പിന്നി വെച്ചിട്ട് കുത്തി കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കുപ്പായം വന്നിട്ട്. വൈറ്റ് തുണിയിലോട്ട് ഈ ഒരു വൈറ്റ് തുണിയിലോട്ട് ഈ ഒരു ഗ്രീൻ കളർ കുപ്പായാണ്. ഇതിന് ഷോൾ വന്നിട്ട് വൈറ്റില് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഇങ്ങനത്തെ ചെക്ക് വന്നിട്ടുള്ള ഒരു ഷോളാണ്, കോട്ടന്റെ ഷോളാണ്. അതിലോട്ട് ഈ ഒരു ബ്ലൂ കളറിലുള്ള ചെറിയൊരു ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഷോളാണ്. അപ്പൊ ഇത് 3 വെച്ചിട്ട് ഇൻഷാ അള്ളാ നാളെ നമ്മുടെ പ്രോഗ്രാമിന് ഇട്ടിട്ട് എങ്ങനെയുണ്ട് കാണിച്ചു തരാം. വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നമ്മള് ഷോളിന്റെ താഴെയായിട്ട് നമ്മുടെ ഹെയറിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്കാർഫ് എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മൾ കളിക്കുന്ന സമയത്ത് സ്ലൈഡൊക്കെ എത്ര കുത്തി കഴിഞ്ഞാലും നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ പോവും, ചിലപ്പോൾ പൂരി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്കാർഫ് നമ്മൾ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നിന്നോളും, ഷോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങില്ല. നമ്മള് ഇപ്പോ എവിടേക്കെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഷോൾ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കാർഫ് ഇട്ട് കഴിഞ്ഞാൽ ഷോൾ എങ്ങോട്ട് പോകത്തില്ലല്ലോ, അനങ്ങാണ്ട് നിൽക്കുമല്ലോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ചരടും നമ്മുടെ അരയില് നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടില്ലേ, ഈ സംഭവത്തിന് എന്താ പറയാ, ഞാൻ മറന്നുപോയി കേട്ടോ, ഓർമ്മയുണ്ടായിരുന്നു മറന്നുപോയി. അപ്പൊ ഈ ഒരു സംഭവം ഇതും അതിന്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒപ്പനയുടെയും അതേപോലെ തന്നെ ദഫിന്റെയും കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു ഫ്രോക്കും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്, ക്രിസ്മസിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്, ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. നല്ല ലൈക്ര മെറ്റീരിയൽ ഉള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള ഫ്രോക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മള് രാവിലെ ഇട്ട് പോയ ഡ്രസ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദഫിന് മാറ്റി, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ഡ്രസ്സ് ഇട്ട്, പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡൊക്കെ അതിലാവും ചെയ്യും. അങ്ങനെ ഈവനിങ് പോകാൻ സമയം നമ്മൾ ആ ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് പോകണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചതാണ്. വെള്ളം ചിന്തിയോ ഫുഡിന്റെ എന്തെങ്കിലും ആവും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരെണ്ണം എക്സ്ട്രാ വെക്കുന്നത് നല്ലതല്ലേ. അപ്പൊ അതിന് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കവറിൽ അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ബാഗിൽ വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്.
പിന്നെ കേർച്ചീഫ് ഉണ്ട്. ഇത് പിന്നെ അതില് വെക്കണ്ട, എന്തെങ്കിലും തുടക്കാനുണ്ടെങ്കിൽ തുടക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ മേക്കപ്പും ആക്സസറീസും ചെറുതായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. 2 ബോക്സ് ആകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റുമല്ലോ. അപ്പം അതിലോട്ട് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൽ നമ്മുടെ ഒപ്പനയുടെ മെയിൻ സംഭവം കേട്ടോ, ഒപ്പനയുടെ വളതാ ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. ഇത് 3 സെറ്റാണ് കേട്ടോ. 2 സെറ്റ് ആയിരുന്നു ഞാൻ നോക്കിയത്. അപ്പൊ 2 സെറ്റില് ഇട്ട് നോക്കുമ്പോ കയ്യിൽ ഒരുപാട് അങ്ങനെ കാണാനില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 3 സെറ്റ് വാങ്ങി. അപ്പൊ അത്യാവശ്യം നമുക്ക് കാണാനുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ബാംഗിൾസ് വാങ്ങിയത്. പിന്നെ ബാക്കിയുള്ള മാല, കമ്മല്, കാശിമാല അങ്ങനത്തെ സംഭവമൊക്കെ റെന്റിന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ വള മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു കുഞ്ഞു ചീർപ്പും ഒരു വലിയ ചീർപ്പും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലൈഡ് നമ്മളെ ഹെയറിൽ തട്ടത്തിനൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബണ്ണ് മുടി കെട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ക്രാബ്. കാരണം എന്താ വെച്ചാൽ ഒപ്പനക്കും ദഫിനും ഒക്കെ മുടി അയച്ചിട്ടുണ്ടല്ലോ, ചെറിയ മുടിയല്ലേ. അപ്പോ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തൂങ്ങി നിൽക്കും. അപ്പൊ ഞാൻ മേലോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ചൂടെടുക്കുന്ന ആ ഒരു പ്രശ്നമില്ലല്ലോ ബാക്കില്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഒരു കുഞ്ഞു ക്രാബ് വാങ്ങുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു ചരട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ തുണി എത്രത്തോളം അടിപൊളിയായിട്ട് നിൽക്കുന്ന അറിഞ്ഞൂടാ. അപ്പൊ ഒരു ചരട് വാങ്ങിയിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതില് നമ്മുടെ സേഫ്റ്റി പിന്നാണ് കേട്ടോ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദഫിന്റെ കോട്ടിനും അതേപോലെ തന്നെ നമ്മുടെ ഒപ്പനേന്റെ ഡ്രസ്സിനും പിന്നെ നമ്മുടെ ഷോളിനും ഒക്കെ കുത്തണമെങ്കിൽ കുത്താന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നിന്റെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, സേഫ്റ്റി പിന്ന്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് വന്നിട്ട് ഇത് നമ്മുടെ മേക്കപ്പ് ബോക്സ് ആണ്. ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇത് വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഇത് അലോവേര ജെല്ലിന്റെ മോയ്സ്ചറൈസർ ആണ്. നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഫൗണ്ടേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പുറമെ മാത്രം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോയ്സ്ചറൈസർ. അപ്പൊ ഞാൻ അത് എടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊന്നും അല്ലാണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് അലോവേരയുടെ ആണ്, വേറെ പ്രോഡക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ഒരെണ്ണം എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ, ഇത് മാർസിന്റെ നമ്മുടെ ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയാണ്. ജസ്റ്റ് കുറച്ച് ഇട്ടാൽ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് കണ്ടു നോക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് മാസിന്റെ ഹൈ കവറേജിലുള്ള ഫൗണ്ടേഷൻ ആണ്, നാച്ചുറൽ ഷെയ്ഡിലുള്ളതാണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഇതിൽ എഴുതിയിട്ടുണ്ട് ഓൾ ഇന്ത്യൻ സ്കിൻ ടൈപ്പ് എന്ന്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസോ കാര്യങ്ങളോ വരുന്ന പ്രോബ്ലംസോ ഒന്നുമില്ല, പെട്ടെന്ന് വിയർക്കുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ അതെന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ആവശ്യത്തിന് എടുക്കാം, എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അടിപൊളിയാണ്. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഐഷാഡോ പാലറ്റ്. ഇത് എൻ്റെ കയ്യിൽ കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇതിലുള്ള ഗ്ലിറ്ററി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഷാഡോ പാലറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരൊറ്റ ഐഷാഡോ പാലറ്റ് നമുക്ക് 3-4 യൂസേജ് ഉണ്ട്. അപ്പൊ ഈ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലിറ്ററി ആയിട്ടും പിന്നെ അതേപോലെ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. അപ്പൊ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐബ്രോ പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ കണ്ണെഴുതാന് ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. ഇത് ഡാസ്ലറിന്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ്. കാരണം കുട്ടികളല്ലേ, പെട്ടെന്ന് കരയുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തുടക്കുക എന്തെങ്കിലും ചെയ്താൽ ആകെ പരന്നു പോകരുതല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡാസ്ലറിന്റെ വാട്ടർ പ്രൂഫിലുള്ള ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു ഐ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇത് ഐലൈനർ പെൻസിലാണ്, നമുക്ക് ജസ്റ്റ് കണ്ണിന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ, പരന്നു പോകത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഐലൈനർ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്സ് ആണ്. അപ്പൊ ഒരു 4 ഷെയ്ഡിലുള്ള
ലിപ്സ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ന്യൂഡായിട്ടും ഡാർക്ക് ആയിട്ടുള്ളൊക്കെ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ടുള്ളതൊന്നുമില്ല, ഹെവി ആയിട്ടുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം നോക്കിയെടുക്കുക കേട്ടോ. ഇനി വന്നിട്ടുള്ളത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫൗണ്ടേഷന് ബ്ലഷിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഐ ഷാഡോ, ഇത് വന്ന് ലിപ്സ്റ്റിക്കിന്, അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു 3 ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ സ്പഞ്ച്, നമ്മുടെ ബ്ലെൻഡ് ചെയ്യാനുള്ളത്. എന്താ വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു കുഞ്ഞാട്ടോ, ഇരുമുളക്കില്ലേ, അതന്നെ മതി. പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂ ഹെവന്റെ ഒരു അടിപൊളി കോമ്പാക്ട് പൗഡർ ആണ്. ഇത് വന്നിട്ട് നാച്ചുറൽ ക്രീം ബ്ലഷ് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കിലുമോൾക്ക് നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. മോയ്സ്ചറൈസർ അതേപോലെ അതിൽ വെക്കട്ടെ കേട്ടോ. മോയ്സ്ചറൈസർ, ഫൗണ്ടേഷന്, പിന്നെ നമ്മുടെ ഐ ഷാഡോ, ഐബ്രോ, ഐലൈനർ, പെൻ ഐലൈനർ, പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്സ്, കോമ്പാക്ട്, പിന്നെ നമ്മുടെ ബ്രഷസ്. അപ്പൊ ബ്ലഷ് ആയിട്ടും എല്ലാത്തിനും പറ്റുന്ന ഒരു കോംബോ ആയിട്ടാണ് ഞാൻ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബാഗിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ നമുക്ക് ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ വേറെ ഉണ്ട്. അപ്പൊ നാളെ കാണിച്ചിട്ട്, അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.